നമസ്കാരം. ഫ്ലവേഴ്സ് യുഎസ്എയുടെ അമേരിക്കൻ ഡ്രീംസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവീണ മേനൻ. നമസ്കാരം, ഞാൻ സുനിൽ ചാക്കോ. തിരക്ക് പിടിച്ച പ്രവാസി മലയാളികളുടെ ആഘോഷങ്ങളും വിശേഷങ്ങളുമായി വീണ്ടും അമേരിക്കൻ ഡ്രീംസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമേരിക്കൻ മലയാളികളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. ന്യൂയോർക്കിലെ 14 പള്ളികൾ ചേർന്ന് സെയിന്റ് തോമസ് എക്യൂമെനിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്ക ആഭിമുഖ്യത്തിൽ വിപുലമായ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ നടത്തി. വിവിധ മണ്ഡലങ്ങളിലായി നിൽക്കുന്ന വിവിധ സഭകൾ ഏകോപിച്ച് ഏതാണ്ട് 14 പള്ളികളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ളതായ ആളുകൾ കടന്നുകൂടി എന്നുള്ളത് സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ജോർജ് മാത്യുവിന്റെ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന്റെ ഒരു മീറ്റിംഗ് പോലും ഉണ്ടെങ്കിലും ക്യാൻസൽ ചെയ്യാത്തൊരു വ്യക്തിയാണ്. അച്ഛനെ ഹാർദവമായി ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Merry Christmas, Carol. Merry Christmas, Amy. It gives me a great pleasure to share the joy of St. Thomas Ecumenical Federation of North America, to celebrate Christmas together, because the spirit of Christmas is sharing. And as God, our Lord, in the very person of our Lord Jesus Christ, shared the divine nature, the divine glory and the divine love with human beings, in the same way, we as the children of God, Christians, the more and more we share that divine given gifts, talents with all our common brothers and sisters, the more we reflect that and mirror the divine love. ഇന്ന് ഇവിടെ നടക്കുന്ന 14 ചർച്ചുകൾ, അമേരിക്കയിലെ ന്യൂയോർക്കിലെ 14 ചർച്ചുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം നൽകുക. അതിന് നാം നമ്മുടെ ഹൃദയത്തെ ഒരുക്കുക. സെൻറ് തോമസ് എക്യുമെനിക്കൽ ഫെഡറേഷൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ഈസ്റ്റേൺ ലോങ് ഐലൻഡിലുള്ള ശാലേ മാർത്തോമാ ചർച്ചിൻ്റെ ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു.
Wholeheartedly, I congratulate Flowers USA channel. ക്രിസ്മസ് ആഘോഷങ്ങൾ പോലെ തന്നെ മലയാളികൾക്ക് ഡിസംബർ കാലത്തെ മറ്റൊരു പ്രത്യേകതയാണ് മഹാമണ്ഡല പൂജ. ഇരുമുടി കെട്ടേന്തിയ അയ്യപ്പന്മാരും ശരണഘോഷയാത്രയുമായി ഡാലസ് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ മഹാമണ്ഡല പൂജ നടത്തി. ഡാളസ് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ മഹാമണ്ഡല പൂജ നടത്തപ്പെട്ടു. ഡിസംബർ 26 തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് നടന്ന ഗണപതി ഹോമത്തോടെ ഈ വർഷത്തെ മണ്ഡല പൂജകൾക്ക് തുടക്കമായി. ക്ഷേത്രത്തിൻ്റെ സ്പിരിച്വൽ ഹാളിൽ നടന്ന ഇരുമുടിക്കെട്ട് നിറയ്ക്ക് ഗുരുസ്വാമിമാരായ ഗോപാലപിള്ളയും സോമൻ നായരും നേതൃത്വം നൽകി. ഇരുമുടി കെട്ടെടുക്കാൻ അനേകം കന്നിസ്വാമിമാരും എത്തിച്ചേർന്നിരുന്നു. വിശ്വനാഥക്കുറുപ്പ് വഹിച്ച ശ്രീധർമ്മശാസ്താവിൻ്റെ തിരുവാഭരണത്തിന് അകമ്പടി സേവിച്ച് ഇരുമുടി കെട്ടേന്തിയ അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ശരണഘോഷയാത്രയായി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ശ്രീധർമ്മശാസ്താ സന്നിധിയിൽ എത്തിച്ചേർന്നു. അഭിഷേകം സ്വാമിക്ക് ആരെ കാണാ അയ്യനെ കാണാ അയ്യനെ കണ്ട കിട്ടും സ്വാമിയേ ശരണം അയ്യപ്പ സ്വാമിയേ ശരണം അയ്യപ്പ. ഇരുമുടിക്കെട്ട് ശബരിമലയ്ക്ക് അതിൽ നിറാരിയ വിലയ്യപ്പ സ്വാമിക്ക് നാളികേരം നെയ്യ് നിറച്ച് കർപ്പൂര ചന്ദന തിരികളുമായി മഞ്ചയറാനായി. ക്ഷേത്ര ശാന്തിമാരായ വിനയൻ നീലവനെയും പത്മനാഭൻ ഇലഞ്ഞിപ്പള്ളിയും കലശാഭിഷേക പൂജകൾ നിർവഹിച്ചു. ഇരുമുടിക്കെട്ട് ശബരിമലയ്ക്ക് അതിൽ നിറാരിയ വിലയ്യപ്പ സ്വാമിക്ക് നാളികേരം നെയ്യ് നിറച്ച് കർപ്പൂര ചന്ദന തിരികളുമായി മഞ്ചയറാനായി വരുന്നു ഞങ്ങൾ. അഭയം തരണേ സ്വാമി അയ്യപ്പ ശരണം നീയേ മണികണ്ഠ ശരണം. അമേരിക്കൻ മലയാളികളുടെ കൂടുതൽ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപേ ഒരു വ്യത്യസ്തമായ എന്റർടൈൻമെന്റ് ന്യൂസ്. അമേരിക്കൻ കമ്മ്യൂണിറ്റിയിൽ പുതുതലമുറ കാത്തിരുന്നു കാണുന്ന ഒരു ബ്യൂട്ടി പേജന്റാണ് മിസ് ഇന്ത്യ USA. 35ാമത് ഇന്ത്യൻ അമേരിക്കൻ ബ്യൂട്ടി പേജന്റ് മത്സരത്തിൽ വെർജീനിയയിൽ നിന്നുള്ള മധു വല്ലി മിസ് ഇന്ത്യ USA 2016 ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. Would you like to tell us who the second runner-up for the Mrs. India USA 2016 is?
please cheer the hardest you can. Each and every contestant here has put in so much of hard work and they deserve all the love and appreciation from you guys. Second runner-up for Mrs. India USA category 2016 is contestant number 16, Shamata. Shamata, give a big hand for her. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിച്ച് നടന്ന സൗന്ദര്യ മത്സരത്തിൽ 100-ലേറെ ഇന്ത്യൻ യുവതികൾ പങ്കെടുത്തു. To move on to the second runner-up for the Miss India USA 2016. ന്യൂജേഴ്സിയിലെ റോയൽ ആൽബർട്ട് പാലസിൽ വെച്ചാണ് പരിപാടികൾ അരങ്ങേറിയത്. പരിപാടിയിൽ മിസ്സസ് ഇന്ത്യ USA ആയി സരിത പട്നായിക്കും മിസ് ടീൻ USA ആയി ന്യൂയോർക്കിലെ റിയ മഞ്ജരേക്കറും തെരഞ്ഞെടുക്കപ്പെട്ടു. Give her a big hand. The Miss India USA 2016 and the winner of that. Yeah, come on. You guys can do better. Come on. Miss India USA 2016 is contestant number 8, Madhu. ഫ്ലവേഴ്സ് യുഎസ്എയുടെ പേരിൽ മധു വല്ലിക്ക് ഞങ്ങളുടെ എല്ലാ വക ഭാവുകങ്ങളും നേരുന്നു. ഇനി ന്യൂജേഴ്സിയിലെ കുറച്ച് ക്രിസ്മസ് ആഘോഷ വിശേഷങ്ങളിലേക്ക്. റാൻഡോൾഫ് മാർത്തോമ ചർച്ച് ഓഫ് ന്യൂജേഴ്സി ഈ വർഷം ഭക്തി നിർഭരമായ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ നടത്തി. വികാരി ഫിലിപ്പ് മാത്യു പരിപാടികൾക്ക് നേതൃത്വം നൽകി. It's a blessing that the Marthoma Church of New Jersey in Randolph is having its annual Christmas Carol service this evening. Many have been praying and working very hard for the past few months to make this a very big success, and I thank God particularly for the vicar, Reverend Philip P. Matthew. ഡിസംബർ മാസം എല്ലാവരെയും സംബന്ധിച്ച് വളരെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു മാസമാണ്. എവിടെ നോക്കിയാലും ക്രിസ്മസ് സ്റ്റാർ, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ക്യാരൽ, കർത്താവിൻ്റെ തിരുജനനത്തെ വിളിച്ചറിയിക്കുന്നതായ പാട്ടുകൾ, Christmas is now known for commercial activity. We get presents for other people and we expect presents ourselves. ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇത് വെറും ഒരു ആഘോഷമായി തീരാതെ ക്രിസ്തുവിൻ്റെ ജനനം നിങ്ങൾക്ക് ഏവർക്കും സന്തോഷവും അനുഗ്രഹവും കൊണ്ടുവരട്ടെ.
This time of Christmas, we should also remember the biggest present of all was Christ's sacrifice on the cross for us. പ്രതീക്ഷയുടെ പൊൻവട്ടം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പകരുന്നു. ദൈവത്തിന്റെ കരവിരുതായ ആകാശത്തിലെ ചന്ദ്രനും നക്ഷത്രങ്ങളും രക്ഷകന്റെ പിറവിയിൽ നിറശോഭ ചൊരിഞ്ഞ് ഭൂമിയെ ആശ്ലേഷിക്കുന്നു. Through our Sunday school, we have learned that Christmas is all about leading a life filled with joy, happiness, and love, and giving it to everyone else throughout the Christmas season and in the new year. മാനവരക്ഷകനായി പിറന്ന യേശു രക്ഷകന്റെ ജനനത്തെ കൊണ്ടാടുന്ന ഈ ക്രിസ്മസ് രാവിൽ ദ മാർത്തോമ ചർച്ച് ഓഫ് ന്യൂജേഴ്സി ഗായക സംഘത്തിന്റെ ഗാന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. On behalf of the New Jersey Marthoma Church of Randolph, we'd like to bless you with a happy Christmas and a happy New Year. Christmas is a magical time. It is tends to bring back happy memories of family gatherings and charming traditions that have been passed down through the generation. This season gives us a good mood. We all are in a good mood to celebrate Christmas in different ways. May this celebration be very much meaningful, and let these celebrations create a good change in our life. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. You've surely forgotten the meaning of Christmas, and thus you've gone under a path in which if you follow it forever, it will surely lead you to corruption and destruction. Mr. Roy Samuel and Mr. Renee Samuel for doing such a wonderful job and introducing all of our performances. ന്യൂജേഴ്സിയിൽ പോലെ തന്നെ ന്യൂയോർക്കിലും ക്രിസ്മസ് ആഘോഷങ്ങൾ തുടരുന്നു. ഇന്ത്യൻ ക്നാനായ കാത്തലിക് അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് ക്രിസ്മസ് ആഘോഷങ്ങൾ റോക്ക്ലാൻഡിൽ നടത്തി. റവറന്റ് ഫാദർ വെള്ളൂരാട്ടിൽ ക്രിസ്മസ് സന്ദേശം നൽകി. ന്യൂയോർക്കിലെ ക്നാനായ കാത്തലിക് അസോസിയേഷൻ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ റോക്ക്ലാൻഡ് കൗണ്ടി ക്നാനായ സെൻട്രലിൽ വിവിധ പരിപാടികളോടെ നടത്തി. ക്വീൻസ്, ലോങ് ഐലൻഡ്, വെസ്റ്റ്ചെസ്റ്റർ, ന്യൂജേഴ്സി, ബ്രോൺസ്, കണക്റ്റിക്കട്ട് പ്രദേശങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. On behalf of IPCC Women's Forum, I'd like to thank everyone for coming tonight and for all of your support during the last 2 years. ഈ സ്ഥലം വിശുദ്ധമായി ഉപയോഗിച്ചാൽ അത് വിശുദ്ധമാണ്, വിശുദ്ധ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അത് വിശുദ്ധമാണ്, അല്ലാതെ ഇത് അവിശുദ്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അത് അവിശുദ്ധമായി. പണ്ടൊക്കെ പറയാം, പണ്ടൊക്കെ ഞങ്ങൾ അച്ഛന്മാര് കാസ മേടിച്ചാൽ അത് വെഞ്ചരിക്കണമായിരുന്നു, കുപ്പായമുള്ളൂ കുർബാന കുപ്പായം മേടിച്ചാൽ അത് വെഞ്ചരിക്കണമായിരുന്നു. ഇന്ന് സഭ പറയും വെഞ്ചരിക്കണ്ട, കാരണം കാസ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നതാ. യൂസ് ഓഫ് ഇറ്റ് മേക്സ് ഇറ്റ് ഹോളി. കുർബാന കുപ്പായം വെഞ്ചരിക്കണ്ട, കാരണം യൂസ് ഓഫ് ഇറ്റ് മേക്സ് ഇറ്റ് ഹോളി. അപ്പൊ ഒരു സ്ഥലമോ ഒരു ഓബ്ജക്റ്റോ വിശുദ്ധമാക്കണമെങ്കിൽ അത് പരിശുദ്ധമായി ഉപയോഗിച്ചാൽ മതി. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ന്യൂയോർക്കിലെ RVP മിസ്റ്റർ ടോസിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന അടുത്തൊരു വാഷിംഗ്ടൺ, ബോസ്റ്റൺ, ഫിലാഡൽഫിയ RVP മിസ്റ്റർ ക്ലമന്റ് പതിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും എക്സിക്യൂട്ടീവിൽ വലിയ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ക്നാനായ കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് കുര്യൻ മേടയിലും
സെക്രട്ടറി ജെയിംസ് ആലപ്പാട്ടും വിവിധ കമ്മിറ്റി അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. നമ്മുടെ സഭാതലവൻ പല അവസരങ്ങളിൽ കണ്ടീഷൻസ് വെച്ച് കൺവെൻഷനുകളിൽ പങ്കെടുത്തു. എന്നിട്ടും കൺവെൻഷൻ വിജയിച്ചു. ഇപ്പോഴിതാ ഹ്യൂസ്റ്റൺ കൺവെൻഷനും ഇദ്ദേഹം ബോയ്ക്കോട്ട് ചെയ്തു. സഭാതലവനില്ലെങ്കിലും കൺവെൻഷൻ വിജയിക്കുമെന്ന് നാം വീണ്ടും തെളിയിച്ചു. ക്നാനായ കൺവെൻഷനിൽ നടന്ന മിസസ് ക്നാനായ മങ്കിയായി തിരഞ്ഞെടുക്കപ്പെട്ട ന്യൂയോർക്കിലെ രഞ്ജു ഏബ്രഹാം പെരുമ്പലത്തിനെയും വേദിയിൽ അനുമോദിച്ചു. ദേവാലയങ്ങളെ പോലെ തന്നെ അമേരിക്കയിലെ മലയാളി പ്രവാസി കുടുംബ കൂട്ടായ്മകളും ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ഹ്യൂസ്റ്റൺ ചന്ദനം ഫാമിലി ക്ലബിന്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ വർണ്ണാഭമായി. കലാ സാംസ്കാരിക കാരുണ്യ രംഗങ്ങളിൽ തൽപരരായ ഹൂസ്റ്റണിലെ മലയാളികളുടെ കൂട്ടായ്മയായ ചന്ദനം കുടുംബത്തിന്റെ ക്രിസ്തുമസ് നവവത്സരാഘോഷങ്ങൾ ഡിസംബർ 30 സ്റ്റാഫോർഡിലെ ഡെസ്റ്റിനി സെന്ററിൽ വെച്ച് അരങ്ങേറി. പ്രൗഢഗംഭീരമായ സായാഹ്നത്തിൽ ഹൂസ്റ്റണിലെ പൗരപ്രമുഖരും ചന്ദനത്തിന്റെ ഭാരവാഹികളും ചേർന്ന് നിലവിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അടുത്തത് ആർച്ച് ഡയോസസിന്റെ റെപ്രസെന്റേറ്റീവ്, അടുത്തത് ടോണി ശശിധരൻ, ചന്ദനത്തിന്റെ പ്രസിഡന്റ് മിസ്റ്റർ ജെ. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു. I congratulate and appreciate the organization. At this time, my friends, I wish you a very wonderful new year and God bless you all. നവവത്സര ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ചന്ദനത്തിൻ്റെ ഭാരവാഹികളോടും തീർച്ചയായിട്ടും എൻ്റെ അഗൈതവമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. ജീവിതത്തിൻ്റെ പല കഷ്ടപ്പാടുകളിലും കൂടി കടന്നുപോയി. അപ്പോൾ എന്നെക്കാട്ടിലൊന്നും ജീവിക്കാൻ മാർഗമില്ലാത്ത അഗതികളെ കുറിച്ചായിരുന്നു എന്നെ ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്നെ കഴിയുന്നത് ചെയ്യുക. കഥകൾ പാടിയുറങ്ങാൻ വരുമോ ചാരേ
അമേരിക്കൻ ഡ്രീംസിന്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പ്രവാസി മലയാളികളുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ നമസ്കാരം.